മൈസൂർ പാലസിന്റെ ഏറ്റവും ഫ്രണ്ടിലാണ്. ഹായ് ഫ്രണ്ട്സ്, ഐ എം ദക്ഷ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ കർണാടക ട്രിപ്പില് മൈസൂർ പാലസിലോട്ടാണ് പോകുന്നത്. ദക്ഷ, മൈസൂർ പാലസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് ഈ ഒരു ചിത്രമായിരിക്കും. കൂടുതലും രാത്രിയിൽ പ്രകാശപൂരിതമായി നിൽക്കുന്ന മൈസൂർ പാലസിന്റെ മനോഹരമായ ഒരു കാഴ്ച. എന്നാൽ പകൽ സമയത്തും ഒട്ടും മോശമല്ലാത്ത മൈസൂർ കൊട്ടാരത്തിൻ്റെ മുൻവശത്തെ പൂന്തോട്ടത്തിന് സമീപത്തൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. ഈ മനോഹരമായ പൂന്തോട്ടങ്ങൾക്ക് നടുവിലാണ് മൈസൂർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. പ്രവേശന ഫീസായ 100 രൂപ കൊടുത്ത് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. കൊട്ടാരത്തിനകത്തോട്ട് ചെരുപ്പ് ധരിച്ച് കയറാൻ പാടില്ല. ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരങ്ങളുടെ നഗരി എന്നറിയപ്പെടുന്ന മൈസൂരിലാണ്. മൈസൂർ കർണാടകയുടെ ഒരു സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഈ ഒരു കൊട്ടാരം കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത്. താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ ഒരു മൈസൂർ കൊട്ടാരം. കൊട്ടാരത്തിനകത്തെ മനോഹരമായ തൂണുകളും ചുവരുകളിൽ കുത്തിയെടുത്ത മനോഹരമായ ചിത്രങ്ങളും ഈ കൊട്ടാരത്തിന് കൂടുതൽ ഭംഗിയേകുന്നു. എത്ര കണ്ടാലും മതി വരാത്ത മനോഹരമായ കാഴ്ചകളാണ് ഈ കൊട്ടാരത്തിൻ്റെ അകത്തും പുറത്തുമായുള്ളത്. കൃഷ്ണരാജ വാഡിയാർ നാലാമൻ്റെ പ്രതിമയാണ് ഇത്. ഈ ശില്പം സ്ഥാപിച്ചത് പി ബസബയ്യയാണ്. ബസബയ്യ മൈസൂർ കൊട്ടാരത്തിലെ ഒരു കലാകാരനായിരുന്നു. ഈ കാണുന്നതാണ് കൊട്ടാരത്തിലെ ദർബാർ ഹാൾ. ആഡംബരം നിറഞ്ഞ കൊത്തുമണികളുള്ള തൂണുകളും വാതിലുകളുമാണ് ഈ ദർബാർ ഹാളിൻ്റെ ആകർഷണം. തൂണുകൾക്ക് നീലയും സ്വർണ്ണ നിറവും ആണ് നൽകിയിരിക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.